ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. കണ്ണീരും വാക്കേറ്റവും കുറ്റപ്പെടുത്തലുകളും സെന്റിമെന്റ്സും ഒക്കെയായി പരസ്പരം ഇനി ഒരിക്കലും കാണേണ്ട എന്ന രീതിയിൽ വിവാഹബന്ധം അവസാനിപ്പിച്ച പലരുമുണ്ട്. എന്നാൽ അതിലിപ്പോൾ വലിയ മാറ്റം വരുന്നു. ഭാര്യ ഭർത്താവ് എന്ന നിലയിലുള്ള ബന്ധം അവസാനിപ്പിച്ചാലും മക്കളുടെ കാര്യത്തിനു വേണ്ടി ഒന്നിക്കുന്ന പല ദമ്പതികളും ഇന്ന് ഇൻഡസ്ട്രിയിലുണ്ട്. ആ ലിസ്റ്റിലാണ് ഇനി സംഗീത സംവിധായകനും നടനുമായ ജി.വി. പ്രകാശും മുൻ ഭാര്യ ഗായികയുമായ സൈന്ധവിയും. ജി.വി. പ്രകാശിന്റെയും സൈന്ധവിയുടെയും വിവാഹബന്ധം നിയമപരമായി അവസാനിച്ചു. സെപ്റ്റംബർ 26-ന് ഇരുവരും കോടതിയിലെത്തി. കോടതി നടപടികൾക്ക് ശേഷം പരസ്പരം ബൈ പറഞ്ഞു പിരിഞ്ഞു. സൗഹൃദത്തോടെ പിരിയുന്ന ഇരുവരുടെയും കോടതിക്ക് മുന്നിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. മകളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെയും 23 വർഷത്തെ അവരുടെ ബന്ധത്തോടുമുള്ള ബഹുമാനത്തിന്റെയും സൂചകമാണ് ഇത്രയും മാന്യമായുള്ള വേർപിരിയൽ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ. കുറച്ചു ദിവസം മുൻപാണ് ജി.വി. പ്രകാശിന് മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വിവാഹമോചനവും. എത്രത്തോളം സൗഹൃദത്തോടെ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞാലും 23 വർഷത്തെ ബന്ധം അവസാനിപ്പിക്കുക എന്നത് നിസ്സാരമായ ഒന്നല്ല. രണ്ടുപേരെയും ഇമോഷണലി ഡൗൺ ആക്കുന്ന ഒന്ന് തന്നെയാണ്. സ്കൂൾ കാലം മുതലേ സുഹൃത്തുക്കളായിരുന്നു ജി.വി. പ്രകാശും സൈന്ധവിയും. 12 വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം. 11 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് വേർപിരിയാമെന്ന തീരുമാനത്തിലെത്തിയത്. അത് പലർക്കും ഷോക്കിംഗ് ആയിരുന്നു. വേർപിരിഞ്ഞതിനു ശേഷവും സൈന്ധവിയും ജി.വി. പ്രകാശും ഒന്നിച്ച് സ്റ്റേജ് ഷോകൾ ചെയ്തതും അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ് വീഡിയോകളും എല്ലാം വൈറലായിരുന്നു. അത് കണ്ട് ഇരുവരും വീണ്ടും ഒന്നിക്കുമെന്ന് പ്രതീക്ഷിച്ചവരുണ്ട്. എന്നാൽ പ്രൊഫഷണലി ഉള്ള ബന്ധവും മകളുടെ അച്ഛനമ്മ എന്ന ബന്ധവും എക്കാലവും ഞങ്ങൾ തുടരും. ദാമ്പത്യ ജീവിതം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. അതിനു മുൻപേ ഉണ്ടായിരുന്ന സൗഹൃദവും എന്നും ഉണ്ടാവുമെന്ന് ജി.വി. പ്രകാശ് വ്യക്തമാക്കിയിരുന്നു.